നമസ്കാരം. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളുടെ ഉത്തരവാദിത്തം കേന്ദ്രമന്ത്രിമാർക്കും സംസ്ഥാന മന്ത്രിമാർക്കുമായി ബിജെപി നൽകിയിരുന്നു. ഈ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ട മണ്ഡലങ്ങളുടെ ചാർജുകൾ മന്ത്രിമാർക്കും നേതാക്കൾക്കും നൽകുമെന്ന മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇത്തവണ ബിജെപി പ്രതീക്ഷ ഉയർത്തിയ ചില സംസ്ഥാനങ്ങളിൽ തിരിച്ചടി നേരിട്ടതോടെ പാർട്ടി നടപടിക്ക് ഒരുങ്ങി. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ തകർച്ചയെ തുടർന്ന് രാജസ്ഥാൻ സർക്കാരിലെ മന്ത്രിസ്ഥാനം കിരോടി ലാൽ മീണ രാജിവെച്ചുവെന്നുള്ള വാർത്തയാണിപ്പോൾ ചൂടുപിടിക്കുന്നത്. 10 ദിവസം മുമ്പാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകിയതെന്നാണ് മന്ത്രിയുടെ സഹായി അറിയിച്ചിട്ടുള്ളത്. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ തന്റെ ഉത്തരവാദിത്തത്തിലുള്ള 7 പാർലമെന്റ് സീറ്റുകളിൽ ഏതെങ്കിലും ബിജെപിക്ക് നഷ്ടപ്പെട്ടാൽ സർക്കാർ വിടുമെന്ന് മീണ പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാടായ ദാസവ് ഉൾപ്പെടെ ഈ സീറ്റുകളിൽ ചിലത് ബിജെപിക്ക് നഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ബിജെപി സംസ്ഥാനത്തെ 25 സീറ്റുകളിൽ 14 എണ്ണവും നേടി. 2019-ലെ 24 സീറ്റുകളിൽ നിന്ന് കുറഞ്ഞു. എന്ത് വില കൊടുത്തും തന്റെ വാക്കുപാലിക്കാനുള്ള തന്റെ അചഞ്ചലമായ ഉദ്ദേശത്തിന് അടിവരയിടുന്നതിനായി മീണ ഒരു പോസ്റ്റ് കുറിച്ചു. കിഴക്കൻ രാജസ്ഥാനിലെ മിക്ക സ്ഥലങ്ങളിലും മീണ പ്രചാരണം നടത്തി. നീരസത്തിന് ഒരു കാരണവുമില്ല, വാക്കുപാലിക്കാനാണ് രാജിയെന്ന് മീണ പറഞ്ഞു. 5 തവണ MLA-യും മുൻ രാജ്യസഭാ MP-യുമായി കിരോടി മീണ ദൌസ, സവായ് മധോപൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ലോക്സഭാ MP-യാണ്. മീണ രാജിവെച്ചതാണോ അതോ രാജിവെക്കാൻ പറഞ്ഞതാണോ എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.